എന്നും കുക്കിങ്ങിൻ്റെയും പല വീഡിയോകളായിട്ടാണ് ഞാൻ വരൽ. ഇന്ന് ഇപ്പോൾ വേസ്റ്റുകളെല്ലാം കൂടി ശേഖരിച്ച് വെച്ചത് തട്ടിക്കൊട്ടണ ഒരു പണിയാണ്. നമ്മൾ പഞ്ചായത്തേക്ക് വേസ്റ്റും കാര്യങ്ങളും കൊടുക്കുന്ന കാരണം അപ്പോൾ ഉള്ളത് കത്തിക്കാനോ പുറത്തുകിടാനോ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ ഇങ്ങനെ സ്വരൂപിച്ച് വെക്കും. ഇപ്പോൾ 2 കീസ് നിറച്ചും ഒരു കൊട്ട നിറച്ചും വേസ്റ്റ് അയക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പണി ചെയ്യുന്ന സമയത്ത് കുളിക്കണീൻ്റെ ഇടയ്ക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. കുളിക്കാത്തതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വേസ്റ്റ് പണിയൊക്കെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ ഇതൊക്കെ തൊട്ട് നമ്മളെ ഡ്രസ്സുമൊന്നും തൊടാൻ പറ്റില്ലല്ലോ. ആദ്യം കുളിച്ച് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാത്റൂമിൽ കൊണ്ടുവച്ചതിൻ്റെ ശേഷമാണ് ഈ വക പണിക്ക് നിൽക്കുക. ഇത് കണ്ടില്ല നിങ്ങൾ വേസ്റ്റുകൾ. അപ്പോൾ പ്ലാസ്റ്റിക് വേറെ പിന്നെ പേപ്പർ വേറെ ഒക്കെ വേർതിരിച്ച് വെക്കണം. എന്നിട്ട് ഞാനൊരു സഞ്ചിയിലേക്ക് നിറച്ച് കൊടുക്കലാട്ടോ. അപ്പോൾ ഇതിങ്ങനെ വേർതിരിച്ചതിന് ശേഷം മറ്റേത് പ്ലാസ്റ്റിക് ഒരു സഞ്ചിയിലേക്കും ചാക്കിലേക്ക് മാറ്റും. അതേമാതിരി പേപ്പറുകൾ അവിടെ ഇട്ട് കത്തിക്കും ചെയ്യും. അപ്പോൾ ആ വക പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വേണമെന്നുണ്ടെങ്കിൽ ഈ പേപ്പറൊക്കെ നമ്മൾ നീട്ടി റെഡിയാക്കി വെച്ച് കണ്ട് പിന്നെ പേപ്പർ വെക്കണി കൂടെ കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ കുറഞ്ഞ വേസ്റ്റുകളുണ്ടല്ലോ അത് നമുക്ക് കൊടുക്കാതെക്കാൻ പറ്റില്ല. അതായത് കുട്ടികളെ പമ്പേഴ്സ്, നമ്മൾ ലേഡീസിൻ്റെ ഒക്കെ പിന്നെ മാസക്കുളി ആകുമ്പോഴത്തെ ഓരോ സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങനത്തെ നമുക്ക് പഞ്ചായത്ത് കൊടുക്കാനും പറ്റില്ല, പുറത്തേക്കിടാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കത്തിക്കൽ നമുക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതാ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതീ കണ്ടിയിൽ എങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മാറ്റി വെച്ച ഇതിൻ്റെ ശേഷമുള്ള പേപ്പറുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത്ര തോനാവാത്തതിൻ്റെ മുന്നേനെ കത്തിച്ചെടുക്കും. ഇന്നിപ്പോൾ ഒരുപാട് സമയമായിക്കണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ അതിൻ്റെ ശേഷമുള്ള ഇതാണ് ഉണ്ടാവുക. അത് മാളികമ്മൽ തട്ടി കൊട്ടി വേസ്റ്റുകൾ കൊടുക്കുന്നതും നമ്മൾ താഴത്തെ ക്ലീനിങ്ങിൻ്റെ പണിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് വേസ്റ്റ് ഉണ്ടായത് കേട്ടോ. പിന്നെ നമുക്ക് ഓരോരോ ബക്കറ്റ് താവുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഇത്രക്ക് വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോരോ വേസ്റ്റുകൾ ശേഖരിച്ച് വെക്കൽ. ഇനിയിപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ പുറത്തേക്കാണ് തട്ടി കൊടുക്കുക ചെയ്യുക കേട്ടോ. വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ ഒഴിഞ്ഞ സ്ഥലത്താണ് നമുക്കത് കത്തിക്കാനും നല്ലത്. ഇത് ഞാൻ രാവിലെ നേരത്തെ കത്തിച്ചതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞുകൊണ്ട് ആണ് ഞാൻ അകത്തേക്ക് കയറിയത്. വാഷിംഗ് മെഷീനിൽ അതാ അലക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് പ്ലാസ്റ്റിക്കൊക്കെ അതാ ഈ ചാക്കിലേക്ക് നിറച്ച് കൊടുത്തേക്കണ്. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ഓരോ ചെറിയ ബക്കറ്റിൽ നിന്ന് അകത്തുനിന്ന് പ്ലാസ്റ്റിക് കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക് ഇതിലേക്കും കത്തിക്കാനുള്ള പേപ്പറുകൾ ബക്കറ്റിലേക്കും മാറ്റി കൊടുക്കും. എന്നാൽ പിന്നെ എനിക്ക് തോന്നി ഏറ്റവും നല്ല ഇതാണ്. കാരണം വെച്ചാൽ പിന്നെ നമ്മളിത് കൈയിട്ട് തിരയേണ്ട ആവശ്യമില്ലല്ലോ. കത്തിക്കണത് അങ്ങനെ കൊണ്ടുപോയി കത്തിച്ചാലും മതി. പ്ലാസ്റ്റിക് തിരയാനും ഇതിലും നിൽക്കും വേണ്ട. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് കേട്ടോ. അത് ആര് കൊടുന്നതാ? റീനോമായി കൊടുന്നതാ. അത് ചെറിയപ്പോ വാങ്ങിയതാ 2 ബുക്ക് കേസ്. അത് അത് യേസുവിന് ക്രയോൺസ് എൻ്റെ അടുത്തുണ്ടല്ലോ അവിടെ. ഇത് തുറന്നു കൊടുക്ക്. ഇത് പൈസ ഒക്കെ ഇട്ടുകാണ്ടേ പൈസ ഒക്കെ ഇതിലിട്ടൊക്കെ മനഗുണട്ടാ പിന്നെ റീനോമായി തുറക്കേ. എങ്ങനെ കുനാഫ ചോക്ലേറ്റ് ഇത് തുറക്കേ. ഇതെടുക്ക ആദ്യം ഒന്ന് കഴിഞ്ഞാ അവിടെ വെക്ക് കുട്ടിയെന്ന് അത് എടുക്ക. ഇനി ഇതിന് താക്കോലിട്ട് തുറക്കണം. ഇതിൽ പൈസ ഇട്ട് വെക്കുക. ഈ പൈസ നിറയുമ്പോഴാണ് ഇത് തുറന്നു കാണ്ട് ഇത് എടുക്കുക. ഇനി എല്ലാ ചെറുപ്പാൻ്റെ അടുത്തു നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് പൈസ ഇട്ടാ ഇതിലിടാൻ. ചില്ലറ പൈസ ആ അതിപ്പോഴല്ല, അത് കുറ്റി നിറയണ അന്നേ തുറക്കാൻ പറ്റുള്ളൂ. ഇത് കുറ്റി നിറയണ അന്നേ ഇത് തുറക്കാൻ പറ്റുള്ളൂ, അല്ലാതെ തുറക്കാൻ പറ്റൂല കേട്ടാ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ യേസക്കുട്ടി ഈ പിന്നെ ബുക്കും അതേമാതിരി ഓളെ കായ്ക്കുറ്റിയും
ഒക്കെ കൂടിയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്താണ്. കുളിയൊക്കെ കഴിഞ്ഞാണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ട രംഗാണിത്. ഇപ്പോൾ ഇതാ കാൽമ മുറിയേക്കണമെന്ന് പറഞ്ഞ് കെട്ടിക്കാണ്ട് പോവുക കേട്ടോ. മാളിയമ്മക്ക് വല്ല കയറി പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.